പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. പാലക്കാട് മേപ്പറമ്പ് സ്വദേശി കാസർഗോഡ് കുമ്പളയിൽ യുവാവിനെയും പെൺസുഹൃത്തിനെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പണം ആവശ്യപ്പെട്ടതായി പരാതി. സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിലെ മറ്റൊരാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കാസർഗോഡ് കുമ്പളയിൽ കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്ന യുവാവും പെൺസുഹൃത്തുമാണ് അക്രമത്തിന് ഇരയായത്. ഇവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ശേഷം സംഘം പണം ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ കേസെടുത്ത കുമ്പള പോലീസ് കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. കുമ്പള SI KP ഗണേശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സംഘത്തിലെ 3ാമത്തെയാൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുഗ്രാൽ മൈമുൻ നഗർ സ്വദേശികളായ അഫ്സൽ, മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് കുമ്പള പോലീസ് കൈയോടെ പിടികൂടിയത്. അഫ്സൽ 2014-ൽ കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇതിനു പുറമെ കഞ്ചാവ്, മദ്യപിച്ച് വാഹനമോടിക്കൽ തുടങ്ങിയ കേസുകൾ ഇയാൾക്കെതിരെ ഉള്ളതായും പോലീസ് വ്യക്തമാക്കി. മൻസൂറിനെതിരെയും കൊലപാതക ശ്രമം, ആയുധ നിയമം, മോഷണം തുടങ്ങിയവയ്ക്ക് കേസുകൾ ഉള്ളതായും പോലീസ് പറഞ്ഞു. മുഗ്രാൽ മൈമൂൻ നഗർ സ്വദേശികളായ മുഹാസിർ, സുഹൃത്തായ 18-കാരി എന്നിവരെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കുമ്പള അനന്തപുരം ക്ഷേത്രത്തിന് സമീപത്തുള്ള പഴയ തറവാടിന് മുന്നിൽ കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്ന ഇരുവരോടും ഓട്ടോറിക്ഷയിലെത്തിയ 3-അംഗ സംഘം മോശമായി പെരുമാറുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. തുടർന്ന് അക്രമി സംഘം കാറിനകത്തേക്ക് കയറുകയും അതിനുശേഷം കാർ സീതാങ്കൊള്ളി ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയും ബിവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നിർത്തുകയും ചെയ്തു. ഇവിടെ നിന്നും 500 രൂപ കൈക്കലാക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കൈക്കലാക്കുകയും കൂടാതെ 500,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പണം കൊടുക്കാൻ തയ്യാറാകാത്തതിന്റെ ദേഷ്യത്തിൽ അക്രമി സംഘം കാർ അമിത വേഗതയിൽ ഓടിച്ചു. ഇതിനിടെ റോഡിൽ വെച്ച് ഒരു ഇന്നോവ കാറിൽ ഉരസിയതിനെ ചൊല്ലി വാക്തർക്കമുണ്ടാവുകയും ചെയ്തു. ബഹളം കേട്ടെത്തിയ നാട്ടുകാരോടും വിവരമറിഞ്ഞെത്തിയ പോലീസിനോടും സംഘം തട്ടിക്കേറി. തുടർന്നാണ് അഫ്സലിനെയും മൻസൂറിനെയും കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടെ സ്ഥലത്ത് നിന്നും സംഘത്തിലെ 3ാമത്തെയാൾ രക്ഷപ്പെട്ടു. ഇയാളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് മലയാളം, കാസർഗോഡ്.